അങ്ങനെ അവൻ്റെ ഇൻട്രോ ഒക്കെ കഴിഞ്ഞു. നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് സ്കിൻ കെയർ റൂട്ടീൻ്റെ സീരീസ് 2 ആണ്. ഫേസ് ഇൻ ഐസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫേസ് ഇൻ ഐസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഐസ് വാട്ടറിൽ നമ്മൾ ഫേസ് മുക്കി വെക്കുക, അത്രേ ഉള്ളൂ. അത് ഏറ്റവും നല്ല സ്കിന്നിന് പറ്റിയ ഏറ്റവും നല്ലൊരു റെമഡിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബൗളെടുക്കുക. അതിലേക്ക് നമ്മൾ സാദാ വാട്ടർ, സാദാ വെള്ളം, ഇതിപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് എൻ്റെ കയ്യിൽ. അതേപോലത്തെ ഒരു 2 ബോട്ടിൽ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊഴിക്കുക. അതേപോലെ ഐസ് ക്യൂബ് ഇടുക. ഞാനൊരു പാത്രത്തിൽ ഐസ് ക്യൂബ് അങ്ങനെ ആക്കാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ അതും അതിലേക്കിട്ട് പിന്നെ അതിലേക്ക് നമ്മളൊരു സ്ക്വീസ് ഓഫ് ലെമൺ, അതും ഒരു ഹാഫ്. അത് ഡ്രൈ സ്കിൻ ഉള്ളവർ അല്ലാതെ ഈ ലെമൺ യൂസ് ചെയ്യണ്ട കേട്ടോ. ആ ഡ്രൈ സ്കിന്നിന് അത്ര നല്ലതല്ല ലെമൺ, ആസിഡാണല്ലോ. എൻ്റെ സ്കിൻ ഡ്രൈ സ്കിന്നല്ല, എൻ്റെ നോർമൽ സ്കിന്നാണ്. ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ട് അപ്പം തന്നെ മാറും. അതിനെനിക്ക് തോന്നുന്നു നോർമൽ സ്കിൻ എന്നാണ് തോന്നുന്നു പറയുക, എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതും ചേർത്ത് നല്ലോണം അത് മിക്സ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, അത് തന്നെ ഡിസോൾവ് ആയിക്കോളും. എന്നിട്ട് അതിൽ ഫേസ് നമുക്ക് മുക്കിയേക്കാം. ഇതിന് ഒരുപാട് നല്ല ഗുണങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരുമ്പോഴുള്ള വേറെ ചീത്ത ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ നല്ല ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണിനടിയിലുള്ള കറുപ്പും, പിന്നെ നമ്മളെ കണ്ണ് കാണുമ്പോൾ ചിലർ പറയുമല്ലോ നല്ല ക്ഷീണിച്ചിരിക്കണം, അതെല്ലാം മാറും. നമ്മളെ കണ്ണിൻ്റെ ആ ഒരു ക്ഷീണം തന്നെ അതിന് മാറിക്കിട്ടും. പിന്നെ നമ്മളെ ഫേസിനുണ്ടാവുന്ന ഈ പിമ്പിൾസിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ ഡിസപ്പിയർ ആവുന്ന ആണ് പഠനങ്ങൾ പറയുന്നത്. അതേപോലെ ഈ റെഡ്നെസ്, പിന്നെ ഫേഷ്യൽ ടിഷ്യൂസൊക്കെ നല്ല ഇമ്പ്രൂവ് ആവും. പിന്നെ ഏജ് റെഡ്യൂസ് ചെയ്യും. ഏജൊക്കെ കുറവായിട്ട് തോന്നും, 10 വയസ്സൊക്കെ കുറവുള്ള പോലെ തോന്നും എന്നാണ് ഞാനിതിനായിട്ട് റിസർച്ച് നടത്തിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ചേഞ്ചസും വരും. കാരണം ഇത് ഡയറക്റ്റ് ഇപ്പോൾ നമ്മൾ ചിലവരൊക്കെ ചെയ്യുന്നത് കാണാം യൂട്യൂബിൽ തന്നെ. നമ്മൾ ഐസ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നത് കാണാം. അങ്ങനെ ചെയ്താൽ നമ്മളെ ഫേസിന് വളരെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാവുക. അതിന് പകരം നമുക്ക് വാട്ടറിൽ അല്ലെങ്കിൽ വല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ റോൾ ചെയ്തിട്ട് നമുക്ക് ഐസ് ക്യൂബ് നമ്മളെ ഫേസിൽ ഡയറക്റ്റായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു കവറിങ് ആക്കിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുക, അതാവുമ്പോൾ ബെറ്ററാണ്. ഇതൊരു 20 to 30 സെക്കൻഡൊക്കെ അപ്ലൈ ചെയ്യുക. നല്ല അടിപൊളി റിസൾട്ടാണ്. ബൈ പറഞ്ഞു. ബൈ. I love you. Happy.